ശിവം ദുബെ ബൗളിങ്ങിൽ 25 മൈൽ വേഗം ആർജിച്ചിട്ടുണ്ടാകണം. അല്ലെങ്കിൽ ഹർഷിത് റാണയുടെ ബാറ്റിംഗ് ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ടാകണം. ഇതൊക്കെ മത്സരത്തിൻ്റെ ഭാഗമാണെന്നറിയാം. എന്നാൽ ഈ തീരുമാനത്തോട് ഒട്ടും യോജിക്കാനാവില്ല. ഞങ്ങൾ ജയിക്കേണ്ടിയിരുന്ന മത്സരമാണ്. കയ്യിലിരുന്ന കളിയും ഒപ്പം പരമ്പരയും നഷ്ടമായ ഇംഗ്ലണ്ട് നായകൻ ജോസ് ബട്ട്ലറുടെ സങ്കടമാണ്. പൂനെ 2020-ൽ ശിവം ദുബെയ്ക്ക് പകരമിറങ്ങിയ ഹർഷിത് റാണ 3 വിക്കറ്റ് എടുത്ത മത്സരം ഇന്ത്യയുടെ വരുതിയിലാക്കിയതാണ് ജോസേട്ടൻ്റെ ഈ കലിപ്പിന് കാരണം. IPL-ലൊക്കെ കാണുന്ന ഇമ്പാക്ട് പ്ലെയർ റോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിലില്ല. പിന്നെ ആദ്യ 11-ൽ ഇല്ലാതിരുന്ന ഹർഷിത് റാണ എങ്ങനെ പന്തെറിയാനെത്തി? ക്രിക്കറ്റ് ലോകത്ത് വിവാദങ്ങൾക്കും വൻ ചർച്ചകൾക്കും വഴിവെച്ച കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് നിയമം എന്താണ്? ഏറ്റവും സിമ്പിളായി, തലയ്ക്ക് പരിക്കേൽക്കുന്ന ഒരു കളിക്കാരന് പകരം മറ്റൊരാളെ കളിക്കാൻ അനുവദിക്കുന്നതാണ് കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട്. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. പരിക്കേൽക്കുന്നയാളുടെ അതേ ശേഷിയുള്ള കളിക്കാരനാകണം പകരക്കാരനായി ഇറങ്ങേണ്ടത്. അതായത് ബാറ്റർക്ക് പകരം ബാറ്റർ, ബൗളർക്ക് പകരം ബൗളർ. 2019-ലാണ് കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടിന് ICC അംഗീകാരം നൽകുന്നത്. 2020 ആഷസ് പരമ്പരയ്ക്കിടെ പന്തുകൊണ്ട് കഴുത്തിന് പരിക്കേറ്റ സ്റ്റീവ് സ്മിത്തിന് പകരമിറങ്ങിയ മാർണസ് ലബുഷെയ്നാണ് ചരിത്രത്തിലെ ആദ്യ കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട്. ടീം ഇന്ത്യ ഇതിനു മുമ്പും ഈ നിയമത്തിൻ്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അന്നും അത് വിവാദമായിരുന്നു. 2020-ൽ ഓസ്ട്രേലിയക്കെതിരായ 2020 മത്സരത്തിൽ പരിക്കേറ്റ രവീന്ദ്ര ജഡേജയ്ക്ക് പകരം യുസ്വേന്ദ്ര ചഹലിനെ ഇന്ത്യ പകരക്കാരനായി ഇറക്കി. എന്നാൽ ഓൾറൗണ്ടർക്ക് പകരം സ്പിന്നറെ ഇറക്കിയതിൽ ഓസ്ട്രേലിയൻ ടീം പ്രതിഷേധിച്ചെങ്കിലും മാച്ച് റഫറിയുടെ അന്തിമ തീരുമാനം ഇന്ത്യക്കൊപ്പമായിരുന്നു. 3 വിക്കറ്റ് എടുത്ത ചഹൽ കളി മാറ്റിമറിക്കുക കൂടി ചെയ്തതോടെ കങ്കാരുക്കൾക്ക് കുരുപൊട്ടി. ഇതിലൊരു രസകരമായ കാര്യം, അന്ന് ഈ കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഉപയോഗിക്കാൻ കോച്ചിനെ ഉപദേശിച്ചത് നമ്മുടെ സ്വന്തം സഞ്ജു സാംസണാണ്. ഇക്കാര്യം വെളിപ്പെടുത്തിയത് അന്നത്തെ ഫീൽഡിംഗ് പരിശീലകനായിരുന്ന R ശ്രീധർ തൻ്റെ കോച്ചിങ് ബിയോണ്ട് എന്ന പുസ്തകത്തിലാണ്. എന്തായാലും സമാനമായ പരാതിയാണ് ഇംഗ്ലണ്ടും ഉയർത്തുന്നത്. ശിവം ദുബെയുടെ ശേഷിയുള്ള കളിക്കാരനല്ല ഹർഷിത് റാണ എന്നാണ് ഇംഗ്ലണ്ട് ടീമിൻ്റെ പരാതി. വിവാദം കൊഴുക്കുകയാണ്. ക്രിക്കറ്റ് ലോകം 2 തട്ടിലാണ്. സമൂഹ മാധ്യമങ്ങളിൽ ആരാധകരും കൊമ്പ് കോർക്കുന്നുണ്ട്. ഇതിൽ ഇന്ത്യൻ ടീമിനെ അനുകൂലിക്കുന്നവർ പറയുന്ന ഒരു രസകരമായ കാര്യമുണ്ട്. 2015 ഏകദിന ലോകകപ്പിൻ്റെ ഫൈനലിൽ സൂപ്പർ ഓവറിൽ കൂടുതൽ ബൗണ്ടറികളുടെ എണ്ണത്തിലാണ് അന്ന് ഇംഗ്ലണ്ട് ന്യൂസിലാൻഡിനെ തോൽപ്പിച്ച് കിരീടം നേടിയത്. അന്ന് ആ നിയമം ഇംഗ്ലണ്ടിന് അനുകൂലമായിരുന്നു. അന്നതിൽ അവർക്ക് എതിർപ്പില്ല. ഇപ്പോൾ പ്രതികൂലമായപ്പോൾ എതിർക്കുന്നു. ഇംഗ്ലണ്ടിൻ്റെ ഒരു കാര്യമേ. ഇതാണ് ഇന്ത്യൻ ആരാധകരുടെ രസകരമായ കമൻറ്റുകൾ.